ഹായ് ഹലോ, ഐ എം ഷബീർ അലി. ഇന്ന് നമുക്ക് നല്ലൊരു അധ്യാപകന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആദ്യമായി വേണ്ടത് നല്ല സബ്ജക്റ്റ് നോളേജാണ്. നമ്മൾ എന്ത് വിഷയമാണോ പഠിപ്പിക്കുന്നത് അതിൽ നല്ല നോളേജ് ആ അധ്യാപകന് ഉണ്ടായിരിക്കണം. കുറച്ച് ജനറൽ നോളേജും കുറച്ചും അല്ല, നല്ലവണ്ണം ജനറൽ നോളേജും ഉണ്ടായിരിക്കണം. പക്ഷേ സബ്ജക്റ്റ് നോളേജ്, പഠിപ്പിക്കുന്ന വിഷയത്തിൽ അഗാധമായ നോളേജ് ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ പഠിച്ച വിഷയങ്ങളിൽ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് സബ്ജക്റ്റ് നോളജ് ഉണ്ടായിരിക്കുള്ളൂ. പണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ അതൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ ഓരോ നിമിഷവും അതിങ്ങനെ പൊടി തട്ടിയെടുക്കുക, അല്ലെങ്കിൽ അതൊന്നും കൂടി റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സബ്ജക്റ്റ് നോളജ് അതിൻ്റെ തീക്ഷ്ണഭാവത്തിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഒരു അധ്യാപകന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? സബ്ജക്റ്റ് നോളജാണ്. രണ്ടാമത് ഒരു അധ്യാപകന് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആശയങ്ങൾ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം, അല്ലേ? നമ്മൾ ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ ആ വിഷയം വളരെ സിമ്പിളായിട്ട്, അതുപോലെ തന്നെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് വേണ്ടത്, ഏറ്റവും പ്രധാനമായി വേണ്ടത് നമുക്ക് എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, അല്ലേ? ആശയവിനിമയ ശേഷിയാണ്. മൂന്നാമത് നമുക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്. നല്ല ക്ഷമ വേണം, അല്ലേ? നമ്മുടെ കുട്ടികൾ എപ്പോഴും വികൃതി കാണിച്ചുകൊണ്ടിരിക്കും, ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ബോറടിച്ചിട്ട് ചിലപ്പോൾ അവർ ബോറടിക്കുന്നത് പോലെ അവർ കാണിക്കും. പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് ദേഷ്യം വരാതെ അവരെ വളരെയധികം ക്ഷമയോടുകൂടി ക്ലാസ് എടുക്കാൻ, അവരെ നോക്കിക്കാണുവാനുമായിട്ട് നമുക്ക് കഴിയണം. ഇനി അടുത്തത് നമുക്ക് വേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണ്, നമ്മൾക്കൊരു മോട്ടിവേഷണൽ സ്കില്ല് ഉണ്ടായിരിക്കണം. കുട്ടികളെ എപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് കുട്ടികൾ വികസിക്കുകയുള്ളൂ. കുട്ടികളെ നമ്മൾ അറിയാതെ പോലും വേദനിപ്പിക്കാനോ അറിയാതെ പോലും നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ പാടില്ല, അവരെ ഇകഴ്ത്താനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കുട്ടികളുടെ ആ ഒരു കഴിവ് ഇല്ലാതാകും. ഒരൊറ്റ നിമിഷം കൊണ്ട് അവരുടെ കഴിവിന് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇല്ലാതാക്കാനല്ല ഒരു ടീച്ചർ ചെയ്യേണ്ടത്, എപ്പോഴും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരിൽ ആത്മവിശ്വാസം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാനാണ് എപ്പോഴും ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ചെയ്യേണ്ടത്. ഇനി വേണ്ടത് എമ്പതിയാണ്, അല്ലേ? എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ദുഃഖങ്ങൾ അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് നോക്കിക്കാണാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അവരുടെ ചെറിയ മനസ്സായിരിക്കും, അല്ലേ? ആ മനസ്സിൽ അവർക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, അതൊക്കെ വലിയ കാര്യമായിരിക്കും അവർക്ക് ആ സമയത്ത്, അല്ലേ? അപ്പം അത് നമ്മൾ കണ്ടിട്ട് അവരുടെ എമ്പതിയോട് കൂടി, അല്ലെങ്കിൽ അവരോട് വളരെയധികം സഹതാപം, സിമ്പതി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എമ്പതി ഉണ്ടായിരിക്കണം. എമ്പതിയോട് കൂടി നമ്മൾ അവരെ നോക്കി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട കെയറും സ്നേഹവും ഒക്കെ നമ്മൾ കൊടുക്കാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. അടുത്തത് വേണ്ടത് ഡിസിപ്ലിൻ ആയിരിക്കണം. ടീച്ചർമാരെപ്പോഴും കുട്ടികളിൽ ഡിസിപ്ലിൻ ഇൻകൾക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾക്കും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നമ്മൾ കൃത്യസമയത്ത് ക്ലാസ്സിലെത്തുകയും ക്ലാസ്സിൽ നിന്ന് കൃത്യസമയത്ത് ക്ലാസ് അവസാനിപ്പിച്ച് പോരുകയും ചെയ്യണം. ചില ടീച്ചേഴ്സ് കൃത്യസമയത്ത് ക്ലാസ്സിലെത്താറില്ല, അല്ലേ? അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് ക്ലാസ്സിലെത്തണം. അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞാലും ചില ടീച്ചേഴ്സ് കുറേ നേരം ക്ലാസ് എടുത്ത് കുട്ടികളെ അങ്ങോട്ട് ആകെ വല്ലാണ്ട് വിഷമിപ്പിക്കും. അങ്ങനെയും ചെയ്യാൻ നമ്മൾ പാടില്ല. ക്ലാസ് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാനിനനുസരിച്ച് നമ്മളിപ്പോൾ 40 മിനിറ്റ്സ് ആണ് ഒരു ക്ലാസ് എങ്കിൽ ആ 40 മിനിറ്റ്സും നമ്മൾ ക്ലാസ് എങ്ങനെ എടുക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് ഡിസിപ്ലിനോട് കൂടിയിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോവുക, ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ്. നമുക്ക് ക്രിയേറ്റീവ് ആയിരിക്കും ഒരു ടീച്ചർ, അല്ലേ? പുതിയ നോളേജുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ എത്രമാത്രം ക്രിയേറ്റീവായ കാര്യങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു അത്രമാത്രം ടീച്ചേഴ്സ് ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോഴാണ് കുട്ടികൾ കൂടുതൽ ആ ക്ലാസ്സിൽ അട്രാക്റ്റീവ് ആയിരിക്കുള്ളൂ. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഒരു ക്രിയേറ്റീവായ ഒരു ടീച്ചർ ആയിരിക്കണം, അല്ലേ? അടുത്തത് എന്താണ്? ഫെയർനെസ് തന്നെ, അല്ലേ? ഒരു ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിബോധമുള്ള ടീച്ചറായിരിക്കണം. എല്ലാ കുട്ടികളെയും ഒരേപോലെ കാണും. ചില കുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹം, ചില കുട്ടികളോട് തീരെ സ്നേഹം ഇല്ലാതെ, ചില കുട്ടികളോട് ദേഷ്യപ്പെടുക, ചില കുട്ടികളോട് ഭയങ്കരമായിട്ട് അവരെ പാമ്പർ ചെയ്യുക, അങ്ങനെ ഒന്നും ടീച്ചർമാർ ചെയ്യാൻ പാടില്ല. എല്ലാ കുട്ടികളെയും ഒരേപോലെ കണ്ട് സമത്വത്തോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ട് അവരോട് പെരുമാറാനായിട്ട് ടീച്ചേഴ്സ് എപ്പോഴും ശ്രമിക്കണം. അടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം ടീച്ചേഴ്സ്. പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വരും, ആ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് മാക്സിമം എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കാമോ അവിടെയൊക്കെ ടീച്ചേഴ്സ് അത് ഉപയോഗിക്കണം. ലാസ്റ്റ് പറയാനുള്ളത്, ടീച്ചർ എന്ന് പറഞ്ഞ ഒരു റോൾ മോഡൽ ആയിരിക്കണം.
എന്താണ് റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. കുട്ടികൾക്ക് അല്ലേ, കുട്ടികൾ എല്ലാ അർത്ഥത്തിലും മാതൃകയായിരിക്കണം. അതായത് ഇമ്മോറലായ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. കള്ളു കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, പബ്ലിക്കായിട്ട് മോശം വർത്തമാനങ്ങൾ പറയാൻ പാടില്ല, അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മളെപ്പോഴും എങ്ങനെയുള്ള ടീച്ചറായിരിക്കണം, ഒരു ഡെമോക്രാറ്റിക് രീതിയിലുള്ള ടീച്ചറായിരിക്കണം. നമ്മൾക്ക് അവരുടെ ബർത്ത്ഡേ വരുമ്പോൾ അവരെ വിഷ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ആഘോഷങ്ങൾ, ഓണം, വിഷു, അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ പങ്കുചേർന്ന് അവരെ സന്തോഷിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണലായ സന്തോഷങ്ങൾ നമുക്ക് കുറേ ഉണ്ടാവും ഇല്ലേ. ചിലപ്പോൾ നമുക്ക് സിനിമ കാണാൻ ഇഷ്ടം, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ലതാണ് അല്ലേ. അതൊക്കെ നമ്മൾ ചെയ്യാം. നമ്മുടെ ജീവിതവും നമ്മൾ എൻജോയ് ചെയ്യണം. പക്ഷേ നമ്മൾ റോൾ മോഡൽ ആവുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉപേക്ഷിക്കണമെന്നല്ല. റോൾ മോഡൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നമ്മൾ ഇമ്മോറലായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. കള്ളു കുടിക്കുക, ജനറലായി ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഇല്ലേ, കള്ളു കുടിക്കുക, അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുക, അതുപോലെ തന്നെ മോശമായ രീതിയിൽ തെറി പറയുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ അടിക്കുക, ഇടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഏർപ്പെടാതെ വളരെ മാന്യമായ രീതിയിൽ നമ്മളൊരു റോൾ മോഡലായി അവരുടെ മുമ്പിൽ വർത്തിക്കുകയാണെങ്കിൽ അവർ നാളെ നമ്മളെ അനുകരിച്ച് നല്ല കുട്ടികളാവാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ടീച്ചേഴ്സിന് വേണ്ട ക്വാളിറ്റീസ്. നിങ്ങൾ അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആവാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഫർദറായ അഡ്വൈസസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകളോ വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് തരുന്നതായി. താങ്ക് യു.